സോയാബീൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുണ്ടാക്കി കഴിച്ചു പോകും. കാരണം ഇതൊരു അടിപൊളി സോയാബീൻ കറിയുടെ റെസിപ്പിയാണ്. മുഴുവനും കാണണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ജീരകവും ഏലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട ശേഷം ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി കൂടി ഇടാം. ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനയും സോസുകളും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് മിക്സ് ചെയ്ത ശേഷം ചില്ലി സോസും അതുപോലെ തന്നെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ബോൾസ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ചൂട് വെള്ളം കൂടെ ചേർത്ത് ഈ കറി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്.